പരിഷ്കരിച്ച GST നിരക്കുകൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ വിപണിയിലും പുതിയ കുതിപ്പ്. വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ 413 സാധനങ്ങളുടെ വില കുറഞ്ഞു. GST നിരക്കിലെ മാറ്റം ഏറ്റവും കൂടുതൽ ചലനമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് വാഹന വിപണി. അതായത് 1500 cc വരെ ഉള്ള വാഹനങ്ങൾക്ക് 28% GST പുതിയ പരിഷ്കാരം വന്നപ്പോൾ അത് 18% കുറഞ്ഞിട്ടുണ്ട്. 1500 cc മുകളിലുള്ള വാഹനങ്ങൾക്കാണെങ്കിൽ 40% GST വരിക. അതായത് 1500 cc താഴെയുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന, മധ്യവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും കാറുകളും എല്ലാം തന്നെ ഈ 1500 cc ഉള്ളിൽ വരുന്ന വാഹനങ്ങളാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ബുക്കിംഗ് നേരത്തെ വന്നുകൊണ്ടിരുന്നതിനേക്കാൾ, അതായത് ഓണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും അതിനേക്കാൾ ഒരു 40% 60% ബുക്കിംഗ് കൂടുതലാണ് നമുക്ക് വരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ന്യൂ GSTയിൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മാത്രം ഇന്ന് ഒരു 40 വണ്ടിയോളം റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. കാരണം അഫോർഡബിൾ പ്രൈസിലേക്ക്, ഒരു 2 വീലറിൻ്റെ പ്രൈസിലേക്ക് കാർ എത്തി എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് മാറിയതിൽ ജനങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ്. ഗൃഹോപകരണങ്ങളായിട്ടുള്ള ടെലിവിഷൻ, അതേപോലെ എയർ കണ്ടീഷണർ, ഡിഷ് വാഷർ, അങ്ങനെ ഉള്ള ഗൃഹോപകരണങ്ങളുടെ എല്ലാം തന്നെ GSTയിലും വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് 28% നിന്ന് 18% സ്ലാബിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇന്നും മുതൽ വിപണിയിൽ കണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് റേറ്റൊക്കെ മാറി വന്നോ? അത് കസ്റ്റമേഴ്സ് അങ്ങനെ പുതിയ റേറ്റ് ചോദിച്ചു തുടങ്ങിയോ? തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 28% ടാക്സ് ഉണ്ടായിരുന്നത് മാറിയിട്ട് 18% ടാക്സിലോട്ട് മാറി. അപ്പോൾ ഓണത്തിനുണ്ടായിരുന്നൊരു സെയിലിൻ്റെ ഒരു കുറവ്, GST മാറുന്നതിൻ്റെ ഒരു കാത്തിരിപ്പ് എല്ലാ കസ്റ്റമറിനും ഉണ്ടായിരുന്നു. നമുക്കും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓഫറുകളും പിന്നെ ഇപ്പോൾ വന്ന GSTയുടെ കുറവും ഇപ്പോഴത്തെ കസ്റ്റമർ വാക്കിങ്സിനും ഇപ്പോഴത്തെ എൻക്വയറിയും നല്ല രീതിയിൽ കൂടി. പല ബ്രാൻഡുകളുടെ ഇപ്പോൾ വാഷ്, റെഫ്, TV എന്നീ സാധനങ്ങൾക്കൊക്കെ 28% എന്നുള്ളത് 18%, ഏതാണ്ട് ഒരു 10% വ്യത്യാസം വന്നപ്പോൾ ഒരുപാട് പർച്ചേസ് ഈ ഓണം സമയത്ത് വീട് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നവരൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഈ സമയത്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നിത്യോപയോഗത്തിലുള്ള 413 സാധനങ്ങളുടെ വിലയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. അതായത് 18% GST 5% മാറിയിട്ടുണ്ട്. അതിനകത്ത് സോപ്പ്, മെഴുകുതിരി, തീപ്പെട്ടി, സോപ്പ് പൊടി തുടങ്ങി കഴിക്കുന്ന മുറുക്ക്, ഉപയോഗിക്കുന്ന ഷാമ്പു വരെ അതിലുണ്ട്. നമ്മൾ സിസ്റ്റത്തിൽ അതിൻ്റെ റേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 18 എന്നുള്ളത് 5 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പല സാധനങ്ങൾക്കും. 145 MRP. ഇതിപ്പോൾ പുതിയ വില അനുസരിച്ച് 129 രൂപ. എത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. കുടുംബ ബഡ്ജറ്റിന് അനുസരിച്ച് നല്ല മാറ്റം വരും. GSTയിൽ വന്ന മാറ്റം കാരണം സാധനങ്ങളുടെയും അതോടൊപ്പം തന്നെ സേവനങ്ങളുടെയും എല്ലാം തന്നെ വിലയിലുണ്ടായിരിക്കുന്ന മാറ്റം, അത് ആളുകൾക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്, ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തലത്തിലും സംസ്ഥാന സർക്കാർ തലത്തിലും അതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. വൈശാഖിനൊപ്പം PS വിനയ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.